അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, മസായിലുൽ ഫിഖ്ഹിൻ്റെ വർക്കാണ് നാം നോക്കുന്നത്. ഒന്നാമത്തെ പാഠം വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു. അതിൽ നമ്മൾക്ക് ഫസ്റ്റ് കാണാം നഖ്താറുൽ മുനാസിബ്, യോജിച്ചത് തിരഞ്ഞെടുക്കുക. 1. നോമ്പുള്ളവന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, കറാഹത്ത്, ഹറാം? ഉത്തരം ഹറാം, കറാഹത്ത്. 2. മുസ്ഹഫ് തൊടാൻ വേണ്ടി വുളൂ ചെയ്യൽ കറാഹത്ത്, സുന്നത്ത്, വാജിബ്? ഉത്തരം വാജിബ്. 3. മുമ്പ് വുളൂ ചെയ്യൽ സുന്നത്താണ്. നഖം മുറിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, മീശ വെട്ടുക. അതിൽ ഖബർ സിയാറത്ത് ചെയ്യുക. 4. മുമ്പ് കുളിക്കൽ സുന്നത്താണ്. പ്രസവം, തലമുണ്ടനം ചെയ്യൽ, പെരുന്നാൾ നിസ്കാരം? ഉത്തരം പെരുന്നാൾ നിസ്കാരം. ഇനി അപ്പുറത്തെ പേജിൽ നമുക്ക് കാണാം 2. നുജീബു ബി കലിമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏത്? ഉത്തരം അറാഖ്. 2. വുളൂ ചെയ്തവനിൽ നിന്ന് വെള്ളത്തോടൊപ്പം പുറത്തു പോകും എന്ത്? പാപങ്ങൾ? 3. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? ഹദസുൻ അസ്ഗർ. 4. ജനാബത്തുള്ള അവസ്ഥക്ക് എന്തു പറയുന്നു? ഹദസുൻ അക്ബർ. 5. ഹദസുൻ അക്ബർ ഉള്ളവൻ ഖുർആൻ ഓതുന്നതിൻ്റെ വിധി ഹറാമാണ്. 6. മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സുന്നത്താണ് എന്ത്? കുളിക്കൽ. ഇനി 3 കാണാം നുഇദ്ദു നക്തുബു ഫിഖ്റ, ഒരു ഖണ്ഡിക എഴുതുക. 1. മിസ്വാക്ക് ചെയ്യൽ. ഉത്തരം എഴുതുക. മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. മിസ്വാക്ക് ചെയ്യാൻ അറാഖാണ് ഏറ്റവും നല്ലത്. 2. വചനശുദ്ധി. നാവുകൊണ്ട് നല്ലത് മാത്രമേ പറയാവൂ. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. ഖുർആൻ ഓതിയും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചും ദിക്ർ ചൊല്ലിയും വചനശുദ്ധി വരുത്താം. അടുത്ത 3. ഹൃദയശുദ്ധി. നല്ലത് ചിന്തിച്ചും മറ്റുള്ളവരോട് അസൂയ, പക ഇല്ലാതെയും അള്ളാഹുവിനെ സ്മരിച്ചും വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കിയും ഇബാദത്തുകളിൽ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ അടുപ്പിച്ചും ഹൃദയശുദ്ധി വരുത്താം. ഇനി അവിടെ നമുക്ക് തഖ്സീസ് ഉണ്ട്. ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങളുണ്ടാക്കി അവയുടെ ഉത്തരം എഴുതുക. അതിന് ഉത്തരം അവിടെ നമുക്ക് കാണാൻ കഴിയും. ചോദ്യം 1. പലതരം ശുദ്ധികളുണ്ട്, അവ ഏതെല്ലാം? ഉത്തരം ഹൃദയശുദ്ധി, വചനശുദ്ധി, കർമ്മശുദ്ധി, പരിസരശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധികൾ പലതരമുണ്ട്. 2. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്തിനെല്ലാം? ഉത്തരം വുളൂ, നിസ്കാരം, തവാഫ്, ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമ് പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. 3. മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായത് എന്ത്? അറാഖിൻ്റെ കൊമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. 4. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്യൽ സുന്നത്താണ്, അവ ഏവ? ഖുർആൻ പാരായണം ചെയ്യുക, അറിവ് പഠിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, അദാൻ ഇഖാമത്ത് തുടങ്ങിയ നിർവഹിക്കുക, ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്യൽ സുന്നത്താണ്. 5. ചില കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ്, അവ ഏവ? ജനാബത്ത്, ഹൈള്, നിഫാസ്, പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ്. 5. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്, അവ ഏവ? ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്, അവ ഏവ? ഉത്തരം സുന്നത്താണ്, അവ ഏവ? ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്, അവ ഏവ? ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ്, അദാൻ, മക്ക മദീന ഹറമുകളിൽ പ്രവേശിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സുകൾ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. ഇനി 7ാമത്തെ ചോദ്യം. ആന്തരികവും ബാഹ്യവുമായ
ശരീര ശുദ്ധീകരണമാണ് ഏതെല്ലാം? ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ് ഏതെല്ലാം? ഉത്തരം വുളൂഉം കുളിയും. വുളൂഉം കുളിയും ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം പരിസര ശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കണം. നമ്മുടെ വീടിൻ്റെയും ഒക്കെ പരിസരം ശുദ്ധിയാക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ഉപന്യാസം തയ്യാറാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.